അടുത്ത സെൽ ഓർഗനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മൈറ്റോകോൺട്രിയ ആണ് ട്ടോ. We know mitochondria is the powerhouse of cell. സെല്ലിന്റെ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ. ഒരു ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ ആണ് മൈറ്റോകോൺട്രിയ. ഇറ്റ് ഹാസ് an outer membrane and inner membrane. മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. Outer membrane it is composed of phosphatidyl choline and cholesterol. Phosphatidyl cholineum cholesterolum വെച്ചിട്ടാണ് outer membrane ഉണ്ടാക്കിയിട്ടുള്ളത്. Phosphatidyl choline and cholesterol. Inner membrane it is made with diphosphatidylglycerol glycerol and protein. Okay, diphosphatidylglycerol glycerol and protein. Inner membrane ഉണ്ടാക്കിയിട്ടുള്ളത് diphosphatidylglycerol glycerol and protein വെച്ചിട്ടാണ് inner membrane ഉണ്ടാക്കിയിട്ടുള്ളത്. So here we can see the mitochondria. It is visible under electron microscope after staining with a basic dye, that is Janus green basic dye. The mitochondria can be stained by, it is stained by Janus green basic dye. Okay, Janus green basic dye വെച്ചിട്ട് നമുക്ക് ഇതിനെ സ്റ്റെയിൻ ചെയ്യാൻ കഴിയും. Now if we see this mitochondria, number of mitochondria it will be varying in different cell according to the requirement. നമ്മൾ പറഞ്ഞു mitochondria power house of the cell അല്ലേ നമ്മൾ പറഞ്ഞത്. power house of the cell എന്ന് പറഞ്ഞാൽ എന്താ? ATP ഉണ്ടാക്കുന്ന സെല്ലിന്റെ ഒരു സെൽ ഓർഗനല്, അതായത് ATP ഉണ്ടാക്കുന്ന കമ്പാർട്ട്മെന്റ് ആണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് എനർജിയുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഈ മൈറ്റോകോൺട്രിയ കൂടുതൽ നമ്പർ ഉണ്ടാവും. കുറച്ച് എനർജി മതി എന്നുള്ള സെൽസിനകത്ത് മൈറ്റോകോൺട്രിയയുടെ നമ്പർ കുറവായിരിക്കും. എക്സാമ്പിൾ ഇഫ് യു സീ ഇൻ ദ കേസ് ഓഫ് സ്കെലിറ്റൽ മസിൽസിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഒരുപാട് മൈറ്റോകോൺട്രിയയുടെ ആവശ്യമുണ്ട്. കാരണം എന്താ? സ്കെലിറ്റൽ മസിൽസിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ടിയിട്ട് ഒരുപാട് എനർജിയുടെ റിക്വയർമെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയയുടെ നമ്പർ അതിന്റെ ഉള്ളിൽ കൂടുതലായിരിക്കും. Okay, so here according to the requirement the number of mitochondria it will be varying, and we can see the shape of this mitochondria. It will be either sausage or cylindrical shape ആയിരിക്കും. sausage or cylindrical shape ആയിരിക്കും. ഇതിന്റെ diameter വന്നിട്ട് diameter of this mitochondria it will be 0.2 to 1 micrometer diameter ആണ്. അതായത് ആവറേജ് ഒരു 0.5 micrometer ആയിരിക്കും മൈറ്റോകോൺട്രിയയുടെ ഡയമീറ്റർ. The length of this mitochondria it will be 1 micrometer to 4.1 micrometer ഒക്കെ ആയിരിക്കും ഇതിന്റെ ലെങ്ത് വന്നിട്ട്. Okay, 1 to 4.1 micrometer will be the length of the mitochondria. Okay, and we know it is a double membranous structure. Outer membrane is a continuous membrane. Outer membrane ഇങ്ങനെ ആയിരിക്കും, ഒരു continuous membrane ആണ്. ഈ continuous membrane ഉണ്ടാക്കിയിട്ടുള്ളത് phosphatidyl choline and cholesterol കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് outer membrane. And inner membrane it is having an infolded structure. That infolded structure we call as cristae. So outer membrane continuous and inner membrane folded as cristae. അതെന്താന്ന് വെച്ചാല് ഇന്നർ മെംബ്രെയിനില് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണുന്നുണ്ട്. അതായത് ATP സിന്തസിസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി ATP സിന്തസിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ATP സിന്തസിസ് ചെയ്യുന്നത് ഇന്നർ മെംബ്രെയിനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയാണ്. അപ്പൊ ആ ഇന്നർ മെംബ്രെയിന്റെ സർഫസ് ഏരിയ മാക്സിമം കൂട്ടിയാൽ അവരുടെ വർക്ക് പ്ലേസിന്റെ ഏരിയ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ ATP സിന്തസിസ് മാക്സിമം അവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഫോൾഡിംഗ് സ്ട്രക്ചർ ഉള്ളത്. അതേപോലെ നമുക്ക് കാണാൻ കഴിയും ഈ ഔട്ടർ മെംബ്രെയിന്റെയും ഇന്നർ മെംബ്രെയിന്റെയും ഇടയ്ക്ക് ഒരു സ്പേസ് കാണാം. ആ സ്പേസിൽ നമ്മൾ പറയുന്ന പേരാണ് പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ് അല്ലെങ്കിൽ ഇന്റർ മെംബ്രെയിൻ സ്പേസ്, അല്ലെങ്കിൽ ഔട്ടർ കമ്പാർട്ട്മെന്റ് ഓഫ് മൈറ്റോകോൺട്രിയ that is filled with a fluid, and that space is called as perimitochondrial space അല്ലെങ്കിൽ intermembrane space എന്ന് പറയും. perimitochondrial space അല്ലെങ്കിൽ or intermembrane space. ഈ ഇന്റർമെംബ്രെയിൻ സ്പേസില് അല്ലെങ്കിൽ പെരിമൈറ്റോകോൺട്രിയൽ സ്പേസില് കുറെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ
we can see the innermost portion of this mitochondria, that is called as matrix. ഈ inner portion ഇതിന് പറയുന്ന പേരാണ് മാട്രിക്സ്. ഇന്നർ കമ്പാർട്ട്മെന്റിന് പറയുന്ന പേരാണ് മാട്രിക്സ്. അതേപോലെ മാട്രിക്സിന്റെ ഉള്ളിലും കുറെ പ്രോട്ടീൻസും അതേപോലെ കുറെ എൻസൈംസും അതിന്റെ ഉള്ളിൽ അതിൻ്റെതായ കുറെ ഫംഗ്ഷൻസും നടക്കുന്നുണ്ട്. അതായത് ATP സിന്തസിന് അസോസിയേറ്റ് ആയിട്ടുള്ള കുറെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇന്റർമെംബ്രെയിൻ സ്പേസിൽ നടക്കുന്നുണ്ട്, മാട്രിക്സിൽ നടക്കുന്നുണ്ട്. Okay, now we will see the inner membrane. Inner membrane, it is made with this one for diphosphatidyl glycerol protein എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ inner membrane ഒരു പ്രത്യേകതയുണ്ട്. Inner membrane where the electron transport system is present, we said. Electron transport system എന്ന് പറയുന്ന 5 പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അതായത് 5 തരത്തിലുള്ള പ്രോട്ടീൻസ് ഇന്നർ മെംബ്രെയിനിൽ കാണുന്നുണ്ട്. ഏതൊക്കെയാണ് 5 പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ അത് നിരനിരയായിട്ട് കോംപ്ലക്സ് 1, 2, 3, 4, 5 എന്നാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് ഞാനിവിടെ ആദ്യം വരച്ചു വെച്ചേക്കുന്ന NADH UQ റിഡക്ടേസ് എൻസൈം ആണ്. NADH UQ reductase enzyme. Complex 2 എന്ന് പറയുന്ന succinate UQ reductase enzyme ആണ്. Succinate UQ reductase enzyme is complex 2. Complex 3 എന്ന് പറയുന്നത് cytochrome C reductase enzyme ആണ്. Cytochrome C reductase enzyme. Complex 4 എന്ന് പറയുന്നത് cytochrome C oxidase enzyme ആണ്. കോംപ്ലക്സ് 5 എന്ന് പറയുന്നത് F0F1 കോംപ്ലക്സ്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഓക്സിസോം. അതിന് ATP സിന്തറ്റൈസ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ATP സിന്തേസ് കപ്പാസിറ്റി ഉണ്ട്. ATP സിന്തസിസ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള 5ാമത്തെ കോംപ്ലക്സ് ഇന്നർ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ കാണുന്ന 5ാമത്തെ കോംപ്ലക്സിൽ നമ്മൾ പറയുന്നതാണ് F0F1 കോംപ്ലക്സ് അല്ലെങ്കിൽ ഓക്സിസോം. ഓക്സിസോം ഈസ് പ്രസന്റ് ഇൻ വിച്ച് സെൽ ഓർഗനൽ, അല്ലെങ്കിൽ വിച്ച് സെൽ ഓർഗനൽ, വിച്ച് പാർട്ട് ഇറ്റ് ഈസ് പ്രസന്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ ഒരു ഓക്സിസോമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ ഇറ്റ് ഈസ് present as the 5th complex of the electron transport system, and it has F0F1 complex. And oxisome, it will help in ATP synthesis. ATP യുടെ സിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ പറയുന്ന ഓക്സിസോം ആണ് കേട്ടോ. So its major function is ATP synthesis. Because of that we will call this as the powerhouse of cell. ഇനി ഈ മൈറ്റോകോൺട്രിയ which is present inside the eukaryotic cell, it acts as an endosymbiont. മൈറ്റോകോൺട്രിയ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതൊരു എൻഡോസിംബയോണ്ടിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എന്താ എൻഡോസിംബയോണ്ട് എന്ന് ചോദിച്ചാൽ അറിയോ? ഇത് ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗനില് ശരിക്കും വേറൊരു ഓർഗാനിസം നമ്മുടെ യൂകാരിയോട്ടിക് സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പില്, അതായത് സെല്ലിന്റെ ഉള്ളിൽ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന വേറൊരു സെല്ല് പോലെയാണ് ഈ മൈറ്റോകോൺട്രിയ ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാല് അതിന് 2 മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. സെൽ വോളും സെൽ മെംബ്രെയിൻ പോലത്തെ 2 മെംബ്രെയിൻ ഉണ്ട്. Now if we see the components of mitochondria, they have a circular DNA. Circular DNA is present. Covalently closed circular DNA is present in the case of covalently closed circular DNA is present in the case of mitochondria. ഇത് എന്തിന്റെ ക്യാരക്ടർ? പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. They do not have the nuclear membrane. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഒരു സിംഗിൾ DNA ഉണ്ട്. അതേപോലെ തന്നെയാണ് ഏകദേശം 1% of DNA present inside the eukaryotic cell that is present in the mitochondria. Mitochondrial DNA ആയിരിക്കും. അതേപോലെ ഈ മൈറ്റോകോൺട്രിയൽ DNA-ക്ക് നോ ഇൻട്രോൺ സീക്വൻസ്, അത് എക്സോൺസ് മാത്രമായിരിക്കും ഉണ്ടാവുക, ഇൻട്രോൺ സീക്വൻസ് ഉണ്ടാവില്ല. അതേപോലെ ഇതിനകത്ത് ഗ്വാനിൻ സൈറ്റോസിൻ ബേസ് പെയർസ് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു AT ബേസ് പെയർസ്. നമുക്കറിയാം ഹ്യൂമൻ സെല്ലില് ATGC ബേസ് പെയറിന്റെ റേഷ്യോ എടുത്ത ഏകദേശം 1.55 ആണ്. പക്ഷേ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഇത് 1-ൽ താഴെയാണ്. ATGC ബേസ് പെയർ 1-ൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ AT കുറവും GC കൂടുതലുമാണ് അല്ലെ. പക്ഷെ ഹ്യൂമൻ സെല്ല് അല്ലെങ്കിൽ യൂകാരിയോട്ടിക് സെല്ലിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ സെൽ, എക്സാമ്പിൾ ഹ്യൂമൻ സെൽ ഓരോ ഓർഗാനിസത്തിനും വേരി ചെയ്യും കേട്ടോ. ഇപ്പൊ ഹ്യൂമൻ സെല്ലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATGC ബേസ് പെയർ ഇറ്റ് ഗീവ്സ് എ റേഷ്യോ 1.55 എന്ന് പറഞ്ഞാൽ AT കമ്പോണന്റ് കൂടുതലായിരിക്കും, AT ബേസ് പെയർസ് കൂടുതലായിരിക്കും GCനെ വെച്ചിട്ട്. അതേപോലെ ഏത് യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സെല്ല് എടുത്ത് നോക്കിയാലും അതിനകത്ത് AT കണ്ടന്റ് കൂടുതലായിരിക്കും GCനേക്കാൾ. അതേപോലെ അവർക്ക് ഇൻട്രോൺ സീക്വൻസ് ഉണ്ടാവും. ഇവിടെ ഇൻട്രോൺ സീക്വൻസ് ഇല്ല, ഇൻട്രോൺ സീക്വൻസ് പ്രോകാരിയോട്സിന് ഇല്ല. അതേപോലെ GC കണ്ടന്റ് കൂടുതലാണ്. GC ഈസ് മോർ
in the mitochondrial DNA, that is a characteristic feature of prokaryotic organism. അതേപോലെ ഇവർക്ക് റൈബോസോംസ് സ്വന്തമായിട്ട് ഉണ്ടാവും. They have 70S റൈബോസോം. 70S റൈബോസോം ആണ് ഇവരുടെ ഉള്ളിൽ കാണുക. അതായത് മൈറ്റോകോൺഡ്രിയൽ റൈബോസോം എന്ന് പറയുന്നത് 70S റൈബോസോം ആണ്. So here, ഈ 70S റൈബോസോം എന്ന് പറയുന്ന ആരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാ? പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാ. യൂകാരിയോട്ടിക് ഓർഗാനിസത്തിലെ റൈബോസോം എന്ന് പറയുന്നത് എപ്പോഴും 80S റൈബോസോം ആണ്. ഇവർക്ക് 70S റൈബോസോം എന്ന് പറഞ്ഞാൽ that show the characteristic feature of prokaryotes. ഇനി ഇവരെ ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ മൈറ്റോകോൺഡ്രിയയുടെ ഡിവിഷൻ നടക്കുന്ന ബൈനറി ഫിഷൻ വഴിയാണ്. ബൈനറി ഫിഷൻ ഇറ്റ് occurs in prokaryotic organism. Prokaryotic organismത്തിന്റെ വേറൊരു ക്യാരക്ടറാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ കോവലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA വിത്തൗട്ട് ഇൻട്രോൺ വിത്ത് GC rich DNA and 70S ribosome and it occurs binary fission for its reproduction activity. ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കി കഴിഞ്ഞാൽ ഇതൊരു പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പക്ഷെ ഇരിക്കുന്നതോ യൂകാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എൻഡോസിംബയോണ്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ എൻഡോസിംബയോണ്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ സെൽ ഓർഗനൽ ഒരു സെമി ഓട്ടോണോമസ് സെൽ ഓർഗനലാണ്. എന്താണ് സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ എന്ന് ചോദിച്ചാൽ ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ പ്രോട്ടീൻ പാർഷ്യലി. ഇത് അവർക്ക് ഒരു പരിധി വരെ അവർക്ക് വേണ്ട പ്രോട്ടീൻസിനൊക്കെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ എന്ന് പറയാം. ദേ ആർ സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ. Okay, they are semi-autonomous cell organelle. Okay, so this is all about the mitochondria. Mitochondria major function എന്ന് പറയുന്നത് respiration process in which the ATP molecules are synthesized. Okay, so mitochondria, it is a powerhouse of cell. അതിന്റെ നമ്പർ കൂടിയും കുറഞ്ഞിരിക്കും റിക്വയർമെന്റ് അനുസരിച്ച്. അതിന്റെ സൈസും വേരി ചെയ്യും. സൈസ് ഡയമീറ്റർ നമ്മൾ പറഞ്ഞു, അതിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ അതിന്റെ മെംബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനെ സ്റ്റെയിൻ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്, ഒരു ബേസിക് ഡൈ വെച്ചിട്ടാണ് അതിനെ സ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ അതിന്റെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നതിന്റെ കോമ്പോസിഷൻ എന്താന്ന് പറഞ്ഞു, ഇന്നർ മെംബ്രെയിന്റെ കോമ്പോസിഷൻ എന്താന്ന് പറഞ്ഞു. ഔട്ടർ മെംബ്രെയിൻ കണ്ടിന്യൂസ് ആണ്, ഇന്നർ മെംബ്രെയിൻ ഫോൾഡഡ് സ്ട്രക്ചർ ആണ് ക്രിസ്റ്റൽ. ഔട്ടർ മെംബ്രെയിൻ്റെ ഇന്നർ മെംബ്രെയിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പാർട്ട്മെന്റ്, ഫ്ലൂയിഡ് ഫിൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് മൈറ്റോകോൺഡ്രിയൽ പെരിപ്ലാസ്മിക് അതിൻ്റെ പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ് എന്ന് പറയും. അതായത് ഔട്ടർ ഇന്നർ മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിന് ഇന്റർ മെംബ്രെയിൻ സ്പേസ് അല്ലെങ്കിൽ പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസ് എന്ന് പറയും. ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ മാട്രിക്സ് എന്ന് പറയും. ഈ മാട്രിക്സിലും പെരി മൈറ്റോകോൺഡ്രിയൽ സ്പേസിലും ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് റെസ്പിറേഷൻ അസോസിയേറ്റഡ് ആയിട്ട്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂളിനെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് അത് എന്താ പറയുക കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്ഥിതി ചെയ്യുന്ന മൈറ്റോകോൺഡ്രിയയിലാണ്. ഇതിന്റെ ഉള്ള മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിന്റെ ഉള്ളിലാണ് ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ നടക്കുന്നത്. അത് എന്താണ്, ഈ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗണിന്റെ ഒരു ഭാഗമാണ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. നമ്മുടെ റെസ്പിറേഷൻ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഇന്നർ മെംബ്രെയിൻ ഫോൾഡിങ്ങിലാണ്. ഇന്നർ മെംബ്രെയിൻ ഫോൾഡിങ്ങിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ 5 കോംപ്ലക്സസ് ആണ് ഉള്ളത്. കോംപ്ലക്സ് 1 to 5. കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാന്ന് പറഞ്ഞു, 5 ഏതാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 5th one ആണ്. 5th one ഓക്സിസോം എന്നും പറയും. F0 F1 കോംപ്ലക്സ് ആണ്. ATP സിന്തറ്റൈസ് ആക്ടിവിറ്റി ഉള്ളത്. അവിടെ നിന്നാണ് ATP സിന്തസൈസ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതേപോലെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഒരു എൻഡോസിംബയോണ്ട് ആണ്. എൻഡോസിംബയോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം യൂകാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നു. മൈറ്റോകോൺഡ്രിയയ്ക്ക് ഇരിക്കാനൊരു സ്പേസ്, അതേപോലെ തന്നെ യൂകാരിയോട്ടിക് സെല്ലിന് എഫിഷ്യന്റ് ആയിട്ട് ATP സിന്തസിസ് നടത്താനുള്ള ഒരു മാർഗം. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ബോഡിയിൽ മൈറ്റോകോൺഡ്രിയയിൽ മാത്രമേ ഓക്സിജൻ റിക്വയർമെന്റ് ഉള്ളൂ, വേറെ എവിടെ ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നടക്കുന്ന എവിടെ മാത്രമേ ഉള്ളൂ, മൈറ്റോകോൺഡ്രിയയിൽ മാത്രമേ ഉള്ളൂ. മറ്റേ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിലും
അത് ഇൻഎഫിഷ്യന്റ് ബ്രേക്ക് ഡൗൺ ആണ്. വളരെ കുറച്ച് ATP ഉണ്ടാവുന്നുള്ളൂ. അത് ഓക്സിജനെ യൂസ് ചെയ്തിട്ടുമല്ല ATP ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള 2 മോളിക്യൂൾ ആയിട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ടുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട് ആയിട്ടൊന്നും അതിനെ കൺവേർട്ട് ചെയ്യുന്നില്ല. എന്തിനകത്ത്? ഗ്ലൈക്കോളിസിസിനകത്ത്. അപ്പൊ ആ ഇത്രയും സ്റ്റെപ്പ് നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. അതേപോലെ മൈറ്റോകോൺട്രിയ പ്രോകാരിയോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കുന്നു എന്ന് പറഞ്ഞ മൈറ്റോകോൺട്രിയയിലുള്ള DNA നോക്കിയാല് DNA ഒരിക്കലും ക്രോമസോം ഫോമിൽ കാണുന്നില്ല. ഹിസ്റ്റോൺസ് അതിനകത്ത് ഉണ്ടാവില്ല. DNA ചുമ്മാ ഒരു ഭാഗത്ത്, മൈറ്റോകോൺട്രിയയുടെ ഒരു ഭാഗത്തായിട്ടാണ് കാണുക. ന്യൂക്ലിയോയിഡ് എങ്ങനെയാണോ പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്നത് അതേപോലെ തന്നെയാണ് ഈ മൈറ്റോകോൺട്രിയയുടെ DNA കാണുക. മൈറ്റോകോൺട്രിയയുടെ DNA ലീനിയർ DNA അല്ല. മൈറ്റോകോൺട്രിയയുടെ DNA കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ആണ്. അവർക്ക് ഇൻട്രോൺ സീക്വൻസ് ഒന്നും ഇല്ല, എക്സോൺ സീക്വൻസ് മാത്രമേ ഉള്ളൂ. അവർക്ക് GC ബേസ് കൂടുതലായിരിക്കും AT ബേസ് പെയർസിനേക്കാൾ. അതേപോലെ വി ക്യാൻ സി ദേ ഹാവ് റൈബോസോം. റൈബോസോം ATS റൈബോസോം അല്ല. യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന പോലെ, യൂകാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന പോലെ അവർക്ക് ATS റൈബോസോം അല്ല, 70S റൈബോസോം ആണ്. 70S റൈബോസോമില് 50-30 സബ് യൂണിറ്റ്സ് ആണ്. സാധാരണ പോലെ തന്നെ 70S റൈബോസോമില് 50-30 സബ് യൂണിറ്റ് ആണ് കാണുക. അതേപോലെ ദേ ക്യാൻ ഡു പ്രോട്ടീൻ സിന്തസിസ് ബൈ ദെയർ ഓൺ. അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏകദേശം കുറെ പ്രോട്ടീൻസിന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് സെമി ഓട്ടോണോമസ് സെൽ ഓർഗനിലാണ്. പിന്നെ അതിന്റെ ഡിവിഷൻ വന്നിട്ട് ബൈനറി ഫിഷൻ വഴിയാണ് അത് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറുന്നത്. അതും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ആരുടെ? പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒരു എൻഡോസിംബയോണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ സെമി ഓട്ടോണോമസ് സെൽ ഓർഗനിലാണ് പറയുന്ന മൈറ്റോകോൺട്രിയ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മൈറ്റോകോൺട്രിയ. അതിനകത്ത് ആ സ്റ്റെയിനിങ് പ്രൊസീജിയർ അല്ല, ഏത് ഡൈ ആണ് സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഓർത്തിരുന്നോളാം.